ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? സ്വന്തം അമ്മയായിട്ട് കണ്ടോളാന്. അങ്ങനെ ആർക്കും വെറുതെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫിദ മാഡത്തിന് ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ഒക്കെ അതിന്റെ അർത്ഥം അറിയാം. അമൃത മാഡം, അമൃത മാഡം, അമൃത മാഡം ഒന്ന് മാറും. അമൃത മാഡം, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ആ, മോളായിരുന്നു. ഞാൻ തൊഴാൻ വന്നതാ. അമൃത മാഡം മ്യൂസിക് സ്കൂളിലോട്ടല്ലേ? ഞാനും വന്നോട്ടെ? അല്ല, ഇനിയിപ്പോ അങ്ങോട്ടേക്കല്ലേലും കുഴപ്പമില്ല. എന്നെ വഴിയിലൊന്നും ഇറക്കുവോ? അല്ലെങ്കിൽ ഞാനിവിടുന്ന് നടക്കണം. പിന്നെ ഞാൻ ലേറ്റായ ഫിദ മാഡം അമൃത മാഡം തന്നെ എന്നെ കുറ്റം പറയുകയും ചെയ്യും. രക്ഷപ്പെട്ടു. അതെന്താ മോൾ അങ്ങനെ പറയുന്നത്? അതൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. ശ്യാമയെ യഥാർത്ഥ രൂപത്തിൽ ഇന്നുവരെ അവള് കണ്ടിട്ടില്ല. ഈ യാത്രയിൽ അത് സംഭവിക്കും. പറയാൻ പറ്റില്ല മാഡം. ശ്യാമയാണ് പെറ്റമ്മയെന്നറിഞ്ഞാൽ അതോടുകൂടി മാഡത്തിന്റെ കാര്യം തീർന്നു. അവൾ അങ്ങനെ പറയില്ല. ശ്യാമ അവൾക്ക് മുഖം കൊടുക്കില്ല.
അമ്പലത്തിന്റെ നടയിൽ നിന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാന്ന് വിചാരിച്ചത്. ദൈവങ്ങളൊക്കെ അവളുടെ കൂടെ. ആ, ഇതാരാ മാഡം? ഇത് ഫിദ മാഡത്തിന്റെ ഒരു കൂട്ടുകാരിയാ. ഓ, ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയോ? എന്താ ഈ മാഡത്തിന്റെ പേര്? വേണി. ഫിദ മാഡത്തിന്റെ കൂട്ടുകാരികളെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇങ്ങനൊരു പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് വേണി ഈ നാട്ടിലില്ലായിരുന്നു, വിദേശത്താ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 3-4 ദിവസമായിട്ടേ ഉള്ളൂ. ആ, വേണി മാഡം എന്താന്ന് സംസാരിക്കാത്ത? ഐ ഫീൽ ഹെഡേക്ക്. രാവിലെ മുതൽ ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെതായിരിക്കും. മാഡം പ്രസാദം നെറ്റിയിലിട്ടില്ലേ? പിന്നെ ക്ഷേത്രത്തിൽ പോയ പ്രസാദം ഇടാതിരിക്കോ? അല്ല, ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ച് പ്രസാദം നെറ്റിയിലിട്ട് കഴിഞ്ഞാല് തലവേദനയൊക്കെ ഒന്ന് പോയിക്കോളും. കേട്ടോ മാഡം, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും വന്നാ ഏറ്റവും നല്ല മരുന്നായിട്ട് ഭഗവാന്റെ പ്രസാദമാ കാണുക. എന്റെ അച്ഛൻ പൂജാരിയാണ്. മാഡം മാഡം ഫിദ മാഡത്തിനെ കാണാൻ സ്കൂളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല മോളെ, വേണി മാമിന് തിരക്കുണ്ട്. അല്ല, എന്നാലും ഫിദ മാമിന്റെ ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ട് കാണാതെ പോവോ? അതെ മാഡം, ഫിദ മാഡം ഭയങ്കര പാവ കേട്ടോ. പാവം എന്ന് പറഞ്ഞ പച്ച പാവം. എന്നെ എന്ത് ഇഷ്ടാന്നറിയോ? എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? സ്വന്തം അമ്മയായിട്ട് കണ്ടോളാന്ന്. അങ്ങനെ ആർക്കും വെറുതെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. ആ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫിദ മാഡത്തിന് ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ഒക്കെ അതിന്റെ അർത്ഥം അറിയാം. അത് പിന്നെ അങ്ങനെയല്ലേ, അമ്മമാർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. എന്റെ മുഖത്ത് നോക്കി അതിന്റെ ലക്ഷണങ്ങളെല്ലാം പറയും.